അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് മനുഷ്യരെ കുറിച്ചുള്ള ഉപമകളാണ് പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെക്കുറിച്ചും ഉടമയെക്കുറിച്ചും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവർ രണ്ടുപേരും ഒരുപോലെയാണോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് പടച്ചവൻ പറയുന്നത്, അങ്ങനെ തീർത്തും വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവും, പക്ഷെ നിങ്ങളതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ അള്ളാഹു സൂറത്ത് നഹ്ലിലെ തൊട്ടടുത്ത ആയത്ത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് 75-ാമത്തെ ആയത്താണ്. ഇത് 76-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ചുകൂടി വിശദീകരിച്ച് ആ രണ്ട് മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ രണ്ട് മനുഷ്യരെ കുറിച്ചുള്ള ഉപമകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അടിമകളോട് പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ചും, അഥവാ ഷിർക്ക് ചെയ്യുന്നവരെക്കുറിച്ചും തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരെക്കുറിച്ചും അള്ളാഹു പറയുകയാണ്. സൂറത്ത് നഹ്ലിലെ 76-ാമത്തെ ആയത്താണിത്. വളറബല്ലാഹു മസലർ റജുലൈനി അഹദുഹുമാ അബ്കമു ലാ യഖ്ദിറു അലാ ഷൈഇൻ വഹുവ കല്ലുൻ അലാ മൗലാഹു ഐനമാ യുവജ്ജിഹു ലാ യഅതി ബിഖൈർ ഹൽ യസ്തവി ഹുവ വമൻ യഅ്മുറു ബിൽ അദൽ വഹുവ അലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു വേറൊരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. രണ്ട് മനുഷ്യർ, അതിലൊരുവൻ ഊമയാണ്, ഒരു കാര്യവും സ്വന്തമായി ചെയ്യാനാവാത്തവനാണ്. അവൻ തൻ്റെ യജമാനന് ഒരു ഭാരമായിരിക്കുന്നു. അയാൾ അവനെ എങ്ങോട്ട് തിരിച്ചാലും ഒരു ഗുണവും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ രണ്ടാമത്തെ മനുഷ്യനോ, ആ മനുഷ്യൻ ഇങ്ങനെയാണ്. അവൻ നീതി കൽപ്പിക്കുന്നു, സ്വയം സന്മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. പറയൂ, ഈ രണ്ടുപേരും ഒരുപോലെയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം നമ്മളിലേക്ക് ഇട്ട് തരികയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു, ഞാൻ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചതുപോലെ, പലതിനെയും കുറിച്ച് പറഞ്ഞ് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. പിന്നീട് അവസാനം ഒരു ചോദ്യം അങ്ങോട്ട് ഇട്ട് തരികയാണ്. ഇനി ചിന്തിക്കേണ്ടത് നിങ്ങളാണ്, ആലോചിക്കേണ്ടത് നിങ്ങളാണെന്നർത്ഥം. അപ്പോൾ വളറബല്ലാഹു മസലൻ, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അംസാലുകളെക്കുറിച്ച് പഠിക്കുന്ന നമ്മൾ വളറബല്ലാഹു മസലൻ, വ എന്നത് അവിടെ ചേർത്തത് ഇതാ ഒരു ഉദാഹരണം കൂടി എന്ന അർത്ഥത്തിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തൗഹീദ് അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്നവനും ചെയ്യാത്തവനും നമ്മൾ ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം കൂടി, വറബല്ലാഹു മസലൻ, ഇതാ വേറൊരു ഉപമ കൂടി, ഉദാഹരണം കൂടി, എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. റജുലൈനി, രണ്ട് മനുഷ്യർ, അതിൽ അഹദുഹുമ, അതിൽ ഒരു മനുഷ്യൻ, അബുക്കമുൻ, അവൻ എന്താണ്, ഊമയാണ്. നിങ്ങൾ ഈ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സുമ്മും ബുക്കുമുൻ ഉമ്യുൻ, കുറേ സ്ഥലങ്ങളിൽ ആദ്യത്തെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ പഠിച്ചതാണ്. അന്ധരാണ്, ബധിരരാണ്, മൂകരാണ്, അല്ലേ? സംസാരിക്കാൻ സാധിക്കില്ല, കേൾക്കാൻ സാധിക്കില്ല, പറയാൻ സാധിക്കില്ല, കണ്ണ് കാണില്ല, അല്ലേ? അങ്ങനെയുള്ള മനുഷ്യരെക്കുറിച്ച് ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അതല്ലാത്തവരും സമന്മാരാകുമോ എന്ന് പഠിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മനുഷ്യൻ എന്താണ്, അല്ല, ഊമയാണ്, ഒന്നും സംസാരിക്കാൻ സാധിക്കാത്തവനാണ്. ലാ യഖ്ദിറു അലാ ഷൈഇൻ, ഒരു കാര്യവും സ്വന്തമായി ചെയ്യുവാൻ വേണ്ടി ശേഷിയില്ലാത്തവനാണ്, കഴിവില്ലാത്തവനാണ്. വഹുവ കല്ലുൻ, ആ മനുഷ്യൻ ഭാരമാണ്. കല്ല് എന്ന് പറഞ്ഞാൽ ഭാരമാണ്. അലാ മൗലാഹു, ആ മനുഷ്യൻ്റെ ഉടമക്ക്, യജമാനന്, മൗല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, പാട്ടല്ലേ? മൗലാഹു, അവൻ്റെ യജമാനന് അവനെന്താണ്, യഥാർത്ഥത്തിൽ ഭാരമായി തോന്നിത്തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഭാരമാണ്. ഐനമാ യുവജ്ജിഹു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്ക് തിരിച്ചാലും, എങ്ങോട്ടേക്ക് പോയാലും, എങ്ങോട്ടേക്ക് വന്നാലും, എവിടേക്ക് തിരിഞ്ഞാലും എന്നതൊക്കെ ചോദിക്കുന്നതിനാണ് ഐനമ എന്ന പദം പ്രയോഗിക്കുന്നത് അറബിയിൽ. ഐനമ യുവജ്ജിഹു, ആ മനുഷ്യനെ എങ്ങോട്ടേക്ക് തിരിച്ചാലും, ലാ യഅതി ബിഖൈർ, ഒരു ഗുണവും ഉണ്ടായിരിക്കുകയില്ല. ഖൈർ എന്ന് പറഞ്ഞാൽ നന്മ, ഗുണം, ഉപകാരം എന്നൊക്കെ അർത്ഥം, അല്ലേ? ലാ യഅതി ബിഖൈർ, ഒരു ഗുണവും ഉണ്ടായിരിക്കില്ല, എങ്ങോട്ടേക്ക് തിരിച്ചിട്ടും ഒരു കാര്യമില്ല. ഹൽ യസ്തവി, ആ മനുഷ്യൻ സമമാകുമോ? ഒരാളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് മനുഷ്യനോട്? ഹുവ വമൻ യഅ്മുർ ബിൽ അദൽ, അമ്ര എന്ന് പറഞ്ഞാൽ എന്താണ്, കൽപ്പന. അമ്രു ബിൽ മഅറൂഫി വനഹിയുൻ അനിൽ മുൻകർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഇടക്കിടക്ക് സത്യവിശ്വാസികളോട് പറയുന്നതാണ്, നിങ്ങളുടെ ഡ്യൂട്ടി നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ ഹുവ, അവൻ്റെ സവിശേഷത എന്താ? വമൻ യഅ്മുർ ബിൽ അദൽ, അവൻ നീതി കൽപ്പിക്കുന്നവനാണ്. അദിൽ എന്ന് പറഞ്ഞാൽ
നീതി. ആദിൽ എന്ന് പറഞ്ഞാൽ നീതിമാൻ എന്നാണ് അർത്ഥം. അപ്പോൾ യഅ്മുറു ബിൽ അദ്ൽ, അവൻ നീതി കൽപ്പിക്കുന്നവനാണ്. വഹുവ അലാ സിറാത്തിൻ മുസ്തഖീം, അവൻ സന്മാർഗത്തിലുമാണ്, നേർമാർഗത്തിലുമാണ്. മാത്രമല്ല അവൻ നീതിക്ക് വേണ്ടി മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അള്ളാഹു 2 മനുഷ്യരെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഒരു മനുഷ്യൻ ഊമയായ മനുഷ്യനാണ്, ഒന്നും സംസാരിക്കാൻ സാധിക്കാത്ത, വേറൊരു മനുഷ്യൻ്റെ കീഴിലുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഒരു വേലക്കാരൻ, ഒരു യജമാൻ്റെ കീഴിലുള്ള ഊമയായ വേലക്കാരൻ. എങ്ങോട്ടൊക്കെ അവനെ തിരിച്ചിട്ടിട്ടും കാര്യമൊന്നുമില്ല. കാരണം അവനിക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല, കേൾക്കാൻ പറ്റൂല, പറയാൻ പറ്റൂല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു മനുഷ്യൻ. അവൻ യഥാർത്ഥത്തിൽ ആ യജമാനന് ഭാരമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനും എന്ന് പറഞ്ഞാൽ ഊമയായ മനുഷ്യനെ പരിഹസിക്കുകയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്, മറിച്ച് ആ അവസ്ഥയുള്ള ഒരു മനുഷ്യനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അതിനു വേണ്ടിയിട്ടാണ് ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത, അല്ലേ, ശബ്ദം കേൾക്കാൻ സാധിക്കാത്ത, സംസാരിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യനും കാര്യങ്ങളൊക്കെ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന, എന്നിട്ട് മറ്റുള്ളവരോട് നീതി ചെയ്യണം, നന്മ ചെയ്യണം, പിന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം എന്ന് പറയുകയും ചെയ്യുന്ന, സ്വന്തം തന്നെ ജീവിതത്തിന് അങ്ങനെ തന്നെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിന് അങ്ങനെ ഒരു നിലപാട് സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനും തമ്മിൽ എങ്ങനെയാണ് സമമാവുക? നിങ്ങളൊന്ന് അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് എടുത്തു നോക്കുക. അതിനു വേണ്ടിയാണ് പടച്ചവനത് പറയുന്നത്. ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റം ഉണ്ടാവും, അല്ലേ? ആ മനുഷ്യന് ചിലപ്പോഴും ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനങ്ങൾ വരുന്നത് അദ്ദേഹത്തിന് കേൾക്കില്ല, അല്ലെങ്കിൽ ആ വാഹനത്തോട് നിർത്തൂ എന്ന് പറയാൻ ചിലപ്പം സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റൂല. ഒരപകടം നടന്നാൽ ചിലപ്പോൾ ആ മനുഷ്യനെ, സാധു മനുഷ്യന് നിലവിളിക്കാൻ സാധിക്കില്ല, അല്ലേ? വേറൊരാളുടെ മുമ്പിൽ ഇതാണ് സത്യമെന്ന് പറയാൻ ചിലപ്പോൾ പറ്റൂല. കാരണം ആ ഭാഷ അറിയുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും, പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളോട് കാര്യം പറയാനും അവരോടത് കൽപ്പിക്കുവാനും ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുവാനും മറ്റേ മനുഷ്യൻ്റെ അത്ര പറ്റൂല. മറ്റേ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? അയാൾക്കെല്ലാം പറയാനും കൽപ്പിക്കാനും ശേഷിയുണ്ട്. അത് ഏതാണ് നീതി, ഏതാണ് ജസ്റ്റിസ്, ഏതാണ് ഇൻജസ്റ്റിസ് എന്നറിയും, ഏതാണ് ഡിസ്ക്രിമിനേഷൻ എന്നറിയും. അപ്പോൾ കൃത്യമായിട്ട് അതിന് നിലപാടുള്ള മനുഷ്യനാണ്, ആളുകളോടത് പറയാൻ കപ്പാസിറ്റിയുള്ള മനുഷ്യനാണ്. ഇവർ രണ്ടുപേരുടെ പേരും ഒരുപോലെയാണെന്ന് നിങ്ങൾ കരുതേണ്ടത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്, അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ റബ്ബ്, ഇലാഹ്, നിങ്ങളുടെ നാഥൻ, നിങ്ങൾക്കൊക്കെ നൽകുന്നവൻ, എല്ലാം അറിയുന്നവൻ, നിങ്ങൾക്ക് ഏതാണ് നല്ല മാർഗം ചീത്ത മാർഗം എന്ന് പറഞ്ഞു തരുന്നവൻ, ആളുകളോട് നന്മ കൽപ്പിക്കുന്നവൻ, നീതി കൽപ്പിക്കുന്നവൻ. കാരണം റബ്ബിനെല്ലാം അറിയാം. അതുകൊണ്ടാണ് പടച്ചവന് ഇതാണ് നന്മ, ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം, നരകത്തിലേക്കുള്ള മാർഗം. അതുകൊണ്ട് പടച്ചവൻ പറയുന്നത്. അങ്ങനെയുള്ള റബ്ബിനെയാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ട് പ്രാർത്ഥിക്കേണ്ടത്, ഇലാഹായി സ്വീകരിക്കേണ്ടത്, മാലിക്കായി സ്വീകരിക്കേണ്ടത്, റാസിക്കായി സ്വീകരിക്കേണ്ടത് ആ റബ്ബിനെയാണ്, ആ പടച്ചവനെയാണ്. അതല്ലാതെ എന്തല്ല, അള്ളാഹുവിൻ്റെ അടിമകളായ കല്ലുകളെയോ വിഗ്രഹങ്ങളെയോ, അള്ളാഹുവിൻ്റെ അടിമ മാത്രമായ മനുഷ്യരെയോ, അള്ളാഹുവിൻ്റെ അടിമ മാത്രമായി വൃത്തിയിൽ ജീവിച്ച് മരിച്ചുപോയ മഹത്തുക്കളെയോ സമ്പന്നരെയോ രാജാക്കന്മാരെയോ നേതാക്കളെയോ അല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ദൈവമായിട്ട് സ്വീകരിക്കേണ്ടത്, നിങ്ങളുടെ ഇലാഹായിട്ട് സ്വീകരിക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പടച്ചോൻ ഇലാഹ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടീൻ്റെ നേതാവ് പറയുന്നത് ഞാൻ കേൾക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ ഇലാഹ്. ഏതെങ്കിലും ഒരു ഇസം അതെഴുതിയ വ്യക്തി, അതിൻ്റെ നേതാവ് അതാണ് പറയുന്നതെങ്കിൽ ആ മനുഷ്യനാണ് എൻ്റെ ഇലാഹ്. ഇനിയോ നമ്മൾ പറയുന്നതാണ്, ഞാൻ പറയുന്നത് തന്നെയാണ് ശരി, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു, എനിക്ക് മനസ്സിലായി, ഇത് അള്ളാഹ് എന്ത് പറഞ്ഞു, ഖുർആൻ എന്ത് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവൻ മനുഷ്യനെക്കുറിച്ച് പറയുക മനിത്തബഅ ഇലാഹു ഹവാഹു എന്നാണ്. ആരാണോ സ്വന്തത്തെ ഇലാഹായി സ്വീകരിച്ചവൻ. അപ്പോൾ പല ദൈവങ്ങളും ഉണ്ടാവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ചെറിയൊരു ഉദാഹരണം നോക്കാം. പല ചോയ്സുകളും ഒരു മനുഷ്യൻ്റെ മുമ്പിലുണ്ടാകും. ആ മനുഷ്യന് പലതുണ്ടാകും ചോയ്സായി സ്വീകരിക്കാം. പക്ഷെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ചോയ്സ് മാത്രമേ ഉണ്ടാവും. പക്ഷെ അതിലവൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇത് വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ദൈവങ്ങളുള്ള ഒരു മനുഷ്യന് സ്വന്തമായിട്ട് ശരിയായൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കിയാൽ നന്നാകും. ആ തിയറിയിൽ 2 കൂട്ടം ആളുകളെക്കുറിച്ച് പറയാറുണ്ട്. ഒന്ന് മാക്സിമൈസേഴ്സാണ്, രണ്ടാമത്തത് സാറ്റിസ്ഫൈസേഴ്സാണ്. അതിൽ മാക്സിമൈസേഴ്സ്
ധാരാളം ചോയ്സുകളിൽ നിന്ന് ഒരു ചോയ്സ് തിരഞ്ഞെടുക്കുന്നു. എന്നാൽ സാറ്റിസ്ഫൈസേഴ്സ് കുറച്ച് ചോയ്സുകളിൽ നിന്ന് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുന്നു. ഒരുപാട് ചോയ്സുകളുണ്ടാകും, പക്ഷെ എത്ര മാത്രം അവർ അത് തിരഞ്ഞെടുക്കാൻ വേണ്ടി, ഇപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കാം. ഐഫോണിൻ്റെ പല വേർഷൻ ഉണ്ടാകും അല്ലേ, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ടാകും, പിന്നെ പല ഫോണുകളും അല്ലേ, ഇപ്പോൾ സാംസങ് പ്രോ, അങ്ങനെ പല 15 പ്രോ അല്ലെങ്കിൽ S2 കുറേ അതിൻ്റെ വേർഷൻസ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ വേർഷനും അതിൻ്റെ പിന്നെ എല്ലാ ഫീച്ചേഴ്സ്, അതിൻ്റെ ഫോട്ടോ ക്ലാരിറ്റി, അതിൻ്റെ വീഡിയോൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ എത്ര GB ആണ് അത് സ്റ്റോർ ചെയ്യാൻ പറ്റുക, അതിൻ്റെ കാണാൻ അതിൻ്റെ ലുക്ക്, ഇതൊക്കെ നോക്കിയിട്ട് പലതിൽ നിന്നുമാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക, ഈ മാക്സിമൈസേഷൻ്റെ ആളുകൾ ഒന്നും തിരഞ്ഞെടുക്കുക. പക്ഷെ അവൻ സ്വാഭാവികമായി തൃപ്തനായിരിക്കില്ല. അപ്പം വീട്ടിലേക്ക് ആ ഫോൺ വാങ്ങിപ്പോയാൽ അയാൾ ആയിരിക്കും ഇതിനേക്കാൾ നല്ലത് മറ്റേതായിരുന്നു. ഇനിയോ 2-3 അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ചോയ്സുകളിലെടുത്തുനിന്ന് ഒരു മനുഷ്യനൊരു കാര്യം വാങ്ങിയാൽ അയാൾക്കതിൽ തൃപ്തനായിരിക്കും എന്നൊരു തിയറിയെക്കുറിച്ച് പറയാറുണ്ട്. ഉദാഹരണത്തിന് ഒരുപാട് ഭക്ഷണങ്ങളുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയാൽ ചിലപ്പോഴേ അത് എന്ത് ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ നമുക്ക് തോന്നും പിന്നെ ഇതല്ലായിരുന്നു നല്ലത്. ഇനിയോ കുറച്ച് മാത്രം വിഭവങ്ങളുള്ള ഒരു പെട്ടിക്കടയിലോ ചെറിയ കടയിലോ നമ്മൾ കയറിയാൽ നമ്മൾ എന്ത് കഴിച്ചാലും നമുക്കത് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കുന്നതാണ്. കാരണം പലതിനെയും നമ്മൾ താരതമ്യം ചെയ്ത് പ്രയാസപ്പെടില്ല. ഇത് വെച്ച് നമ്മൾ ഇസ്ലാമിനെയും ഒന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹലാലും ഹറാമും മാത്രമേ ഉള്ളൂ. കള്ള് കുടിക്കുന്ന മനുഷ്യനാവണോ കള്ള് കുടിക്കാത്ത മനുഷ്യനാവണോ അല്ലേ, ഹലാൽ സമ്പാദിക്കണോ ഹറാം സമ്പാദിക്കണോ, കൊല ചെയ്യണോ കൊല ചെയ്യണ്ടേ, സത്യം പറയണോ കളവ് പറയണോ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാകും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവനൊന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അതിലവൻ എന്ത് ചെയ്യും, സംതൃപ്തനായിരിക്കും. മറ്റൊന്ന് ആലോചിച്ച് വെക്കുക, ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു കള്ളുകുടിയനായ മനുഷ്യൻ, അയാളുടെ ചില ദൈവങ്ങൾ എന്നാൽ അയാൾ അനുസരിക്കുന്ന കുറച്ച് ആൾ പറയും ബർത്ത്ഡേക്കും ആനിവേഴ്സറി പാർട്ടിക്കും കള്ളുടിക്കുന്നതിന് പ്രശ്നമില്ല കേട്ടോ. വേറെ ചില ആളുകൾ പറയും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴേ വല്ലപ്പോഴും വീക്കെൻഡിൽ കള്ളുടിക്കുന്നതിന് പ്രശ്നമില്ല കേട്ടോ. വേറെ ചില ആളുകൾ പറയും കള്ളു കുടിക്കുന്ന ടീമിൻ്റെ കൂടെ എപ്പോഴെങ്കിലും ആണ്ടിലൊരിക്കൽ അല്ലെങ്കിൽ 2 പെഗ് കഴിക്കുന്നതിന് പ്രശ്നമില്ല കേട്ടോ, അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് കഴിക്കുന്നതിന് പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ പല തിയറികളുണ്ടാകും. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുടിക്കുന്നവനാകാം അല്ലെങ്കിൽ കുടിക്കാതിരിക്കുന്നവനാവാം. അപ്പോൾ അവൻ എന്തായിരിക്കണം എൻ്റെ ലക്ഷ്യം എന്ന് തീർച്ചപ്പെടുത്തുകയും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ പല ദൈവങ്ങളുടെ വർത്തമാനം കേൾക്കുന്ന മനുഷ്യർക്ക് സ്വാഭാവികമായും സംതൃപ്തി ഉണ്ടാവില്ല. ഇപ്പോൾ കല്യാണം കഴിക്കണോ അല്ല കല്യാണം കഴിക്കേണ്ടയോ, ഇതാണ് നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലിവിങ് ടുഗദർ വേണോ, പ്രണയിച്ചിട്ട് കുറേ കാലം നടക്കണം, അല്ല മറ്റുള്ളവരുമായിട്ട് അനാവശ്യമായി സെക്സിലേർപ്പെട്ട ഹറാമെന്ന പ്രവൃത്തി ചെയ്യണോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ റേപ്പ് ചെയ്യണോ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻസ് കുറവായിരിക്കും. അപ്പോൾ പല ദൈവങ്ങൾ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യരുത്, കേൾക്കരുത്. പലരെയും നിങ്ങൾ ദൈവങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യരുത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്ന ദൈവങ്ങൾക്ക് അവരൊരു നിയമം ഉണ്ടാക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നിയമമുണ്ടാക്കാൻ ഇതാണ് നല്ലത് എന്ന് പറയാൻ അർഹതയുള്ളയാൾ റബ്ബാണ് എന്ന് നിങ്ങൾ സൂക്ഷിക്കണം. ആ മനുഷ്യൻ, ഒരു ഊമയായ മനുഷ്യനൊരു ഗുണവും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിൽ ഈ പറയുന്ന ധാരാളക്കണക്കിന് കാര്യങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്ന, നിങ്ങൾ ഇവരുടെ വർത്തമാനത്തിൽ നിന്ന് നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അത് നേരത്തെ നമ്മൾ പഠിച്ചുള്ള കുമിളകൾ പോലെയാണ്. അതുകൊണ്ടൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. എവിടേക്ക് തിരിച്ചു വെച്ചാലും അതൊരു ഗുണം ചെയ്യുകയുമില്ല. ഊമയാണ്, ആ മനുഷ്യനെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതൊക്കെയും മനുഷ്യരാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്, അല്ലെങ്കിൽ അടിമകൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. നിങ്ങൾ റബ്ബിലേക്ക് മാത്രം മടങ്ങുക എന്നതാണ് ഈ ഉദാഹരണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ തന്നെ ഇത്തരം ഉദാഹരണങ്ങളെ, വസ്തുതകളെയൊക്കെ മനസ്സിലാക്കി ഈ ആയത്തിന് വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.